നമസ്കാരം. കൗതുക വാർത്തയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജിറാഫ് കൺസർവേഷൻ ഫൗണ്ടേഷന്റെ ഒരു കണക്ക് പ്രകാരം റെറ്റിക്കുലേറ്റഡ് ജിറാഫുകളുടെ എണ്ണം 36,000-ൽ നിന്നും 2008 മുതൽ 2018 വരെയുള്ള 10 വർഷ കാലയളവിൽ പകുതിയായി കുറഞ്ഞു. നോർത്തേൺ കെനിയയിലും സൊമാലിയയിലും സാധാരണ കണ്ടുവരുന്ന ഒരു ഇനം ജിറാഫുകളാണ് റെറ്റിക്കുലേറ്റഡ് ജിറാഫ്. വളരെ കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുള്ള ബ്രൗണിഷ് ഓറഞ്ച് കളറുള്ള സ്പോട്ടുകളുടെ ഒരു നെറ്റ്വർക്ക് തന്നെ ശരീരം ആകെ ഉള്ള ജിറാഫുകളാണ് ഇവർ. ഇവരുടെ ഇടയിൽ ഇപ്പോഴിതാ വളരെ അപൂർവമായ ഒരു ജനനം നടന്നിരിക്കുന്നു. അമേരിക്കയിലെ നോർത്ത് ഈസ്റ്റ് ടെന്നസിയിലെ ലൈംസ്റ്റോണിലുള്ള ബ്രൈറ്റ് സൂവിലാണ് ഈ അപൂർവ ജനനം. ഇവിടെ ജൂലൈ 31 ജനിച്ച ഒരു ജിറാഫ് കുഞ്ഞിന് ശരീരത്തെങ്ങും ഒറ്റ സ്പോട്ട് പോലും കാണാനേ ഇല്ല. പേരിടാത്ത ഈ 6 അടി നീളമുള്ള ജിറാഫ് കുഞ്ഞിന് ശരീരമെമ്പാടും ബ്രൗൺ കളറാണ് എന്നതൊഴിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ യാതൊരു തരത്തിലുമുള്ള ഡിസ്റ്റിങ്റ്റീവ് പാച്ചസോ പാറ്റേണുകളോ ഇല്ല. ഇതാണ് അത്ഭുതം. ഈ ജനനം കഴിഞ്ഞപ്പോൾ ബ്രൈറ്റ് സൂ അധികൃതർ പറയുന്നത് ഭൂമിയിലെ ഒരേ ഒരു സോളിഡ് കളറുള്ള റെറ്റിക്കുലേറ്റഡ് ജിറാഫാണത്രേ ഈ ജിറാഫ് കുഞ്ഞ്. എന്തായാലും വംശനാശം നേരിടുന്ന റെറ്റിക്കുലേറ്റഡ് ജിറാഫിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചുള്ള കൂടുതൽ ബോധവൽക്കരണം ഈ ഒരു ജിറാഫ് കുഞ്ഞിൻ്റെ ജനനത്തോടെ സാധ്യമാകും എന്നാണ് സൂ അധികൃതർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാർത്തയ്ക്ക് ഒരു ഗോളാന്തര വാർത്താ പരിവേഷം നൽകാൻ ജിറാഫ് കൺസർവേഷൻ ഫൗണ്ടേഷൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ സൂ അധികൃതർ ജിറാഫ് കുഞ്ഞിന് പുതിയ ഒരു പേര് കണ്ടുപിടിക്കുവാനുള്ള ശ്രമത്തിലാണ്. അതിനവർ പൊതുജനങ്ങൾക്കിടയിൽ നിന്നും പുതിയ പേര് കണ്ടെത്തുവാൻ അവരുടെ ഫേസ്ബുക്ക് പേജിലൂടെ നടത്തിയ അഭ്യർത്ഥനയിൽ നിന്നും കിട്ടിയ പേരുകളിൽ 4 പേരുകൾ ഇപ്പോൾ അവർ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുവാനുള്ള ഉദ്യമത്തിലാണ് അവർ. കിപ്പിക്കി, ഫിരിയാലി, ഷാക്കിരി, ജാമല ഈ പേരുകളാണ് ഇപ്പോൾ പരിഗണനയിൽ ഉള്ളത്. എന്തായാലും അധികം താമസിയാതെ ജിറാഫ് കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങ് നടക്കും എന്ന് നമുക്ക് കരുതാം. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ കയറുക അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്നാണ് പൊതുവെ ഉള്ള വിലയിരുത്തൽ. എന്നാൽ 2-3 തവണയൊക്കെ ഗിന്നസ് റെക്കോർഡ്സിൻ്റെ താളുകളിൽ ഇടം പിടിച്ച ഒരു ഇന്ത്യക്കാരൻ്റെ കഥയാണ് പറയുന്നത്. ബീഹാറുകാരനായ ശശികാന്ത് പ്രജാപതി 2020 പെൻസിൽ ലെഡ് കാർവ് ചെയ്ത് 126 ചെയിൻ ലിങ്കുകൾ ഉണ്ടാക്കി ഗിന്നസിൽ കയറിയിരുന്നു. അതിനത്ര ഗുമ്മു പോരാ എന്ന് തോന്നിയിട്ടോ എന്തോ പുള്ളിക്കാരൻ 2021 അതേ പെൻസിൽ ലെഡ് കൊണ്ട് 236 ചെയിൻ ലിങ്ക് ഉണ്ടാക്കി സ്വന്തം റെക്കോർഡ് തിരുത്തി. അപ്പോഴിതാ അതേ പ്രജാപതി ഒരു ചേഞ്ചിന് വേണ്ടി മരത്തടി കൊണ്ട് ലോകത്തെ ഏറ്റവും ചെറിയ സ്പൂൺ ഉണ്ടാക്കി ഒന്നുകൂടി ഗിന്നസിൽ കയറിയിരിക്കുകയാണ്. 1.6 mm മാത്രം വലിപ്പമുള്ള ഈ സ്പൂൺ അദ്ദേഹം ഒറ്റ തടിക്കഷ്ണത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. പലതരം തടിക്കഷ്ണങ്ങൾ കൊണ്ട് സ്പൂൺ ഉണ്ടാക്കുവാൻ അനുവാദമുണ്ടെന്നിരിക്കെ അതിലൊരു ത്രില്ലില്ല എന്ന് തോന്നിയത് കൊണ്ടാണോ എന്തോ ശശികാന്ത് പ്രജാപതി ഒറ്റ തടിക്കഷ്ണത്തിലാണ് ഇത് നിർമ്മിച്ചത്. മുൻപ് നവരത്തൻ പ്രജാപതിക്കായിരുന്നു ഈ ഇനത്തിലെ വേൾഡ് റെക്കോർഡ്. അദ്ദേഹം നിർമ്മിച്ച 2 mm സ്പൂൺ ആയിരുന്നു ഇതുവരെ ഏറ്റവും ചെറുത്. നവരത്തൻ പ്രജാപതിയെ വെട്ടിയാണ് ഇത്തവണ ശശികാന്ത് പ്രജാപതി പുതിയ റെക്കോർഡ് ഇട്ടത്. മരത്തടി കൊണ്ട് സ്പൂൺ നിർമ്മിക്കുക അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഏറ്റവും ചെറുത് നിർമ്മിക്കുക ദുഷ്കരമായ കാര്യമായിരുന്നു, പ്രജാപതി മാധ്യമങ്ങളോട് പറഞ്ഞു. ഒട്ടേറെ തവണ പ്രാക്ടീസ് ചെയ്ത് 10 തവണ ആവർത്തിച്ച് സ്പൂൺ ഉണ്ടാക്കിയതിന് ശേഷമാണ് അദ്ദേഹം ഇതിൽ എത്തിയത്. ഗിന്നസ് റെക്കോർഡിൻ്റെ നിയമം അനുസരിച്ച് സ്പൂൺ ഒരു സ്കെയിൽ റെപ്ലിക്ക ആയിരിക്കണം. മാത്രമല്ല അതിന് ഒരു ബൗളും ഹാൻഡിലും ഉണ്ടായിരിക്കണം. 2015 കോളേജിൽ പഠിക്കുമ്പോഴാണ് പ്രജാപതിക്ക് മൈക്രോ ആർട്ടിൽ താല്പര്യം ജനിക്കുന്നത്. ലോകത്ത് ഒന്നും അത്ര എളുപ്പമല്ല. എന്നാൽ കഠിന പരിശ്രമം ചെയ്താൽ സാധിക്കാത്തതായി ഒന്നുമില്ല എന്നാണ് പ്രജാപതിയുടെ പക്ഷം. ഇപ്പോൾ നിങ്ങൾക്കും ഒരു ഗിന്നസ് റെക്കോർഡ്കാരനാകണം എന്ന് തോന്നുന്നുണ്ടോ? എളുപ്പമുള്ള ചില പണികൾ പറയാം. 1 മിനിറ്റിൽ ഏറ്റവും അധികം അണ്ടർപാൻസ് ധരിക്കുക. 30 സെക്കൻഡിൽ ഏറ്റവും അധികം സോക്സ് ധരിക്കുക. അതുപോലെ 30 സെക്കൻഡിൽ ഏറ്റവും അധികം ഡൊമിനോസ് സ്റ്റാക്ക് ചെയ്യുക. അങ്ങനെ എളുപ്പമുള്ള കുറേ അധികം റെക്കോർഡുകളുണ്ട്. എന്താ, ഒരു കൈ നോക്കുന്നോ? ഭാരതത്തിൻ്റെ അഭിമാനമായ ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ തൊട്ട നിമിഷം 140 കോടി ഇന്ത്യക്കാരും അഭിമാന പുളകിതരായി എന്ന് പറയേണ്ടതില്ലല്ലോ. പക്ഷേ
നമ്മുടെ സായിപ്പന്മാരുടെ അസൂയയ്ക്കും കുശുമ്പിനും പരിധികളൊന്നുമില്ലായിരുന്നു. പാശ്ചാത്യ മാധ്യമങ്ങളൊന്നും നമ്മൾ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യം എത്തിയ രാജ്യം എന്ന കാര്യം വിസ്മരിച്ചതുപോലെയാണ് വാർത്തകൾ കണ്ടപ്പോൾ തോന്നിയത്. എന്നാൽ ഒരു പാകിസ്ഥാനി വനിത സീമ ഹൈദർ ചന്ദ്രയാൻ്റെ വിജയത്തിനായി പ്രാർത്ഥനയും ഉപവാസവുമായി ഒരു ദിവസം മുഴുവൻ കഴിച്ചുകൂട്ടിയ വാർത്തയാണ് ഇപ്പോൾ വൈറൽ. അവർ സ്വന്തം എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ച വീഡിയോയാണ് ഇതിന് സാക്ഷി. ആരാണ് സീമ ഹൈദർ? സീമ ഹൈദറെ അറിയില്ലേ? അല്ലെങ്കിൽ അറിയില്ലാത്തവർ ചുരുക്കമാണ്. പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് 4 കുട്ടികളുമായി അനധികൃതമായി പ്രവേശിച്ച സീമ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടുകയും പിന്നീട് ജൂലൈ 7-ന് ജാമ്യത്തിലിറങ്ങുകയും ചെയ്തു. പബ്ജി കളിച്ച് പരിചയപ്പെട്ട സച്ചിൻ മീന എന്ന യുവാവിനെ കാണാനാണ് സീമ ഇന്ത്യയിലേക്ക് വന്നതത്രേ. അവർ ഒരു പാക് ചാരയാണ് എന്നുമൊക്കെ ആയിരുന്നു ആദ്യം ഉണ്ടായ ആരോപണം. എക്സിൽ അവർ പങ്കുവച്ച വീഡിയോയിൽ ഭക്തിയോടെ ഹിന്ദു ദേവന്മാരുടെ ചിത്രത്തിൻ്റെ മുൻപിൽ കൈകൂപ്പി പ്രാർത്ഥനാനിരതയായി നിൽക്കുന്ന സീമ തൻ്റെ ആരോഗ്യം അത്ര നല്ലതൊന്നുമല്ല, എന്നാലും ചന്ദ്രയാൻ 3ൻ്റെ വിജയത്തിനായി താൻ ഉപവാസം അനുഷ്ഠിക്കുകയാണെന്നും ദൗത്യത്തിൻ്റെ വിജയത്തിനായി രാധാകൃഷ്ണനോടും ശ്രീരാമനോടുമെല്ലാം താൻ പ്രാർത്ഥിക്കുകയാണെന്നും അവർ പറയുന്നത് കാണാം. मेरा स्वास्थ्य तो ठीक नहीं है, लेकिन फिर भी मैं व्रत किए हूँ. भारत का चंद्रयान 3 आज शाम उतरेगा चंद्रमा पर. इससे हमारे भारत देश का बहुत नाम होगा. इसलिए मैं तब तक व्रत रखूंगी जब तक सफलतापूर्वक उतर नहीं जाएगा. तब तक मेरा व्रत है. मैं प्रार्थना कर रही हूँ भगवान से. राधे कृष्ण पर मेरा बहुत विश्वास है. हे प्रभु, हे भगवान, हे श्री राम, हे सभी देवी देवताओं, हे राधे कृष्ण, हमारे भारत देश का चंद्रयान 3 सफलतापूर्वक आज चंद्रमा पर उतर जाए. इसके लिए हमारे देश के माननीय प्रधानमंत्री जी बहुत मेहनत कर रहे हैं. इससे हमारे भारत देश का बहुत नाम ऊंचा होगा. हमारे भारत देश का दबदबा दुनिया में बढ़ेगा. और मैं ये चाहती हूँ, मैं अपना व्रत तब खोलूँगी जब सफलतापूर्वक उतर जाए. राधे राधे, राधे कृष्णा, राधे श्याम, राधे श्याम. ഈ ദൗത്യത്തിനായി നമ്മുടെ പ്രധാനമന്ത്രിയും കഠിനമായി പ്രയത്നിച്ചു. ചന്ദ്രയാന്റെ വിജയം രാജ്യത്തിൻ്റെ പ്രശസ്തി ഉയർത്തും എന്നും ഒക്കെ അവർ പറയുന്നുണ്ട്. നേരത്തെ സ്വാതന്ത്ര്യ ദിനത്തിൽ പതാക ഉയർത്തുന്ന സീമ തൻ്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. സീമയും സച്ചിനും ഇപ്പോൾ ഗ്രേറ്റർ നോയിഡയിലെ റാപുരയിലാണ് താമസം. ഈ കാണിക്കുന്നതെല്ലാം അധികൃതരെ സോപ്പിടുവാനുള്ള ഓരോ തന്ത്രങ്ങളാണെന്ന് പറയുന്ന ദോഷൈക ദൃക്കുകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. സ്വാതന്ത്ര്യദിനം നമ്മളൊക്കെ ആഘോഷിക്കാറുണ്ട് പല വിധത്തിൽ. ഇത്തവണയും നമ്മൾ ഹർ ഘർ തിരങ്ക എന്ന് പറഞ്ഞ് വീടുകളിൽ പതാക ഉയർത്തി. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ബാംഗ്ലൂരുകാരൻ വികാസ് രുപരേലിയ എന്താണ് ചെയ്തത് എന്നറിയാമോ? അദ്ദേഹം ബാംഗ്ലൂർ നഗരം മുഴുവൻ ഒരു ദേശീയ പതാകയുമേന്തി ഒരു GPS ഉപയോഗിച്ച് ഇന്ത്യയുടെ മാപ്പ് ട്രേസ് ചെയ്തുകൊണ്ട് നടന്നു. 13 മണിക്കൂറും 25 മിനിറ്റും കൊണ്ട് അദ്ദേഹം 73 കിലോമീറ്റർ നടന്നു. ഇതിനിടയിൽ അദ്ദേഹം തന്നെ പങ്കുവച്ച ഇന്ത്യയുടെ ട്രേസ് ചെയ്ത മാപ്പിൻ്റെ സ്ക്രീൻഷോട്ടും പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം ഈ വീഡിയോ പങ്കുവച്ചത്. സ്വാതന്ത്ര്യ ദിനാശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം അദ്ദേഹം സുഹൃത്തുക്കൾക്കും വീട്ടുകാർക്കും എല്ലാം നന്ദി പ്രകാശിപ്പിക്കുന്നുമുണ്ട്. ഇത് ഒരു ദിവസം കൊണ്ട് സാധ്യമാകും എന്നറിയില്ലായിരുന്നു. പക്ഷേ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയിൽ അത് നടന്നു. സ്ട്രാവ എന്ന ആപ്പ് ഉപയോഗിച്ചാണ് അദ്ദേഹം റൂട്ട് കണ്ടുപിടിച്ചത്. അദ്ദേഹം ഇത് എക്സിൽ പങ്കുവച്ചപ്പോൾ മുതൽ അഭിനന്ദന പ്രവാഹമായിരുന്നു.
അമേസിങ്, ഗ്രേറ്റ്, ഓസം, ഇൻസ്പയറിംഗ് ഇങ്ങനെ നിരവധി വിശേഷണങ്ങളോടെയാണ് അദ്ദേഹത്തെ സോഷ്യൽ മീഡിയ വരവേറ്റത്. എന്തായാലും ഇത് നിരവധി ആൾക്കാർക്ക് പ്രചോദനമായി എന്ന് പറയാതെ നിവൃത്തിയില്ല. മനുഷ്യർ അങ്ങനെയാണ്. വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാൻ ഇഷ്ടമുള്ളവർ നിരവധിയുണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കുന്നവർക്കാണ് ഇനിയുള്ള കാലം. വാഷിംഗ്ടൺ ഓഫ് റാം റൗണ്ട് അബൌട്ട് ക്ലോസ് ചെയ്തു എന്നൊരു വാർത്ത വാഷിംഗ്ടൺ സ്റ്റേറ്റ് പെട്രോൾ ഓഗസ്റ്റ് 24 അറിയിച്ചു. എന്താണ് കാര്യമെന്നല്ലേ? ഒരു ടാങ്കർ മറിഞ്ഞ് റോഡ് ബ്ലോക്കായി, അതുകൊണ്ടാണ് വഴി അടച്ചത്. ചുമ്മാ ഒരു ടാങ്കർ അല്ല കേട്ടോ, നിറയെ റെഡ് വൈനുമായി വന്ന ഒരു ടാങ്കർ. വൈൻ റോഡ് മുഴുവൻ പരന്നൊഴുകി. ഡ്രൈവർക്കുണ്ടായ നിസാര പരിക്കുകൾ ഒഴിച്ചാൽ ആർക്കും ആളപായമൊന്നും ഉണ്ടായില്ല. പിന്നീട് വാഷിംഗ്ടൺ ട്രാൻസ്പോർട്ട് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ വിളിച്ചു വരുത്തി റോഡെല്ലാം ക്ലീൻ ചെയ്യുവാൻ പറഞ്ഞു. എന്തായാലും അവർ റോഡെല്ലാം ക്ലീൻ ചെയ്തു. ഈ വാർത്ത കേട്ടപ്പോൾ എനിക്ക് പണ്ടൊരിക്കൽ നമ്മുടെ കൂത്താട്ടുകുളത്തിനടുത്ത് ബെവറേജസ് കോർപ്പറേഷനിലേക്ക് ലോഡുമായി പോയ ഒരു ലോറി മറിഞ്ഞ സംഭവമാണ് ഓർമ്മ വന്നത്. ലോറി മറിഞ്ഞപ്പോൾ ഡ്രൈവറെയും ക്ലീനറെയും ഒക്കെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ ഉത്സാഹത്തോടെ വണ്ടിയിലുണ്ടായിരുന്ന ലോഡും അതിനുള്ളിലെ കുപ്പികളുമൊക്കെ രക്ഷിക്കാൻ അവിടുത്തെ നാട്ടുകാർ കാണിച്ച ഉത്സാഹവും പരിശ്രമവും എല്ലാം ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. ഇത്രയും വലിയ ഒരു രക്ഷാപ്രവർത്തനം സമീപകാലത്തൊന്നും കേരളത്തിൽ നടന്നിട്ടുണ്ടാവില്ല. എന്തായാലും വാഷിംഗ്ടണിലെ ടാങ്കർ മറിഞ്ഞപ്പോൾ അവിടുത്തുകാർ നമ്മുടെ നാട്ടിലെ പോലെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയോ അതോ അവർ വെറുതെ കാഴ്ചക്കാരായി നോക്കി നിന്നോ എന്നൊന്നും കൃത്യമായി അറിയില്ല. എന്തായാലും നമ്മുടെ നാട്ടിലെ പോലെ ഉത്സാഹഭരിതരായ രക്ഷാപ്രവർത്തകർ അവിടെ ഒന്നുമില്ല എന്ന് തോന്നുന്നു. ആ നാട്ടുകാരുടെ ഒരു നിർഭാഗ്യമെന്നല്ലാതെ എന്ത് പറയാൻ. പാകിസ്ഥാനിലെ ഒരു ആട്ടിൻകുട്ടിയാണ് ഇപ്പോൾ വാർത്താ താരം. ബേബി സിംബ എന്ന് പേരിട്ടിട്ടുള്ള കറാച്ചിക്കാരിയായ ഈ ആട്ടിൻകുട്ടിയുടെ ചെവിയുടെ നീളം, അതാണ് അതിൻ്റെ പ്രശസ്തിക്ക് കാരണം. 54 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 21 ഇഞ്ച് നീളമാണ് ഈ ആട്ടിൻകുട്ടിയുടെ ചെവിക്ക്. മുഹമ്മദ് ഹസൻ നരേജോ ആട്ടിൻകുട്ടിയുടെ ഉടമയാണ്. സിംബയുടെ പേര് അദ്ദേഹം ഗിന്നസ് ബുക്കിൽ കയറ്റുവാനുള്ള ശ്രമത്തിലാണ്. കറാച്ചിയിൽ മാത്രമല്ല പാകിസ്ഥാനിൽ മുഴുവൻ ഈ ആട്ടിൻകുട്ടി ഇപ്പോൾ ഒരു തരംഗമായി മാറിക്കഴിഞ്ഞു. കൗതുക വാർത്തയുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. കൗതുക വാർത്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും വേണം. ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അതുപോലെ താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതുമാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.